കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ കുറെ നേരമായി സംസാരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല എന്ന് പിന്നെ മനസ്സിലായി. കാര്യം ചെയ്യാം, നമുക്ക് ഇനി ലീറ്റ് ആകണ്ട, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പിന്നെ കേസ് സ്റ്റഡീസ് ഓഫ് മെക്കാട്രോണിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഐ തിങ്ക് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് കാർ പാർക്ക് ബാരിയർ സിസ്റ്റം അല്ലേ പറഞ്ഞുകൊണ്ടുണ്ടായേ? ഹലോ സാർ. ഓക്കെ. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ബാരിയർ സിസ്റ്റം, പഴയ ഒരു ട്രഡീഷണൽ കോയിൻ ഓപ്പറേറ്റഡ് കാർ പാർക്ക് ബാരിയർ സിസ്റ്റത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ഫിസിക്കൽ വർക്കിംഗ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതേപോലെ അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഇനീഷ്യലി ഒരു കാറ് എൻട്രൻസ് ഏരിയയിൽ, നമ്മളിപ്പം പാർക്കിംഗ് ഏരിയയുടെ എൻട്രൻസ് ഏരിയയിൽ കാറ് വന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പിലായിട്ടാണ് ഈ ബാരിയർ ഉണ്ടാവുക. അപ്പോൾ കാറ് വന്ന് സ്റ്റോപ്പ് ചെയ്തു, ഡ്രൈവർ സൈഡിൽ കോയിൻ ബോക്സ് ഉണ്ടാവും, പുറത്തൊരു കോയിൻ ബോക്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കോയിൻ ഇൻസേർട്ട് ചെയ്യുന്ന മൊമെന്റിൽ, ഈ കോയിൻ ബോക്സിൽ നമ്മൾ കോയിൻ ഇൻസേർട്ട് ചെയ്യുന്ന മൊമെന്റിൽ അവിടെ നിന്ന് എന്ത് സംഭവിക്കും? അവിടെ നിന്ന് ആ ഒരു കോയിൻ വന്ന് കോയിനിന്റെ ആ ഒരു പ്രോക്സിമിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് സെൻസ് ചെയ്യുകയും ആ സെൻസർ ഡിവൈസ് നമ്മുടെ ഈ എ എന്ന് പറയുന്ന സോളിനോയിഡ് വാൽവിനകത്തേക്ക് ഒരു കറണ്ട് പാസ് ചെയ്യും, ഒരു ഇൻപുട്ട് കറണ്ട് പാസ് ചെയ്യും. സോ സോളിനോയിഡിൽ കറണ്ട് എത്തുന്ന സമയത്ത് ഈ വാൽവ് ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ നിന്നും പൊസിഷൻ ചേഞ്ച് ആവും. ഈ ഒരു അൺഓപ്പറേറ്റഡ് പൊസിഷനിലായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ഈ 1 എന്ന് പറയുന്ന പൊസിഷൻ ഇവിടത്തേക്ക് വരും. അപ്പൊ ഈ എയറോ ഇങ്ങനെ പോകും അല്ലെ? ഓക്കെ, ഈ പൊസിഷൻ ഇപ്പുറത്തേക്ക് എത്തും. അപ്പൊ ഇവിടുന്ന് പ്രഷറൈസ്, ഇതൊരു ന്യൂമാറ്റിക് സിലിണ്ടർ ആണെങ്കിൽ പ്രഷറൈസ്ഡ് എയർ അല്ലെ രണ്ടാമത്തെ ഈ സിലിണ്ടറിനകത്തേക്ക് ഇതിനകത്ത് പിസ്റ്റൺ ഹലോ കേട്ടായോ? ഇപ്പൊ ശരി. സ്ക്രീന് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ വർക്കിംഗ് പറഞ്ഞ് നമ്മുടെ കാറിന്റെ അല്ലെ കാർ പാർക്ക് സിസ്റ്റത്തിന്റെ എൻട്രൻസ് ഏരിയയിൽ നമ്മളൊരു കോയിൻ ബോക്സ് ഉണ്ടാവും. ഈ കോയിൻ ബോക്സിനകത്തേക്ക് നമ്മൾ കോയിൻ ഇൻസേർട്ട് ചെയ്യുന്ന മൊമെന്റിൽ അവിടെ പ്രോക്സിമിറ്റി സെൻസ് ചെയ്യും. സെൻസർ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് സിഗ്നൽ നമ്മുടെ ആക്ച്വേറ്റിംഗ് എലമെന്റിലേക്ക് അയക്കും. ആക്ച്വേറ്റിംഗ് എലമെന്റിന്റെ കൂടെ ഇവിടെ ഒരു സോളിനോയിഡ് വാൽവ് ഉണ്ട്. ഈ വാൽവിനെ എനർജൈസ് ചെയ്യും അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ പൊസിഷൻ ചേഞ്ച് നടക്കും. വാൽവ് ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഈ നമ്പർ 1 പൊസിഷൻ ഇവിടത്തേക്ക് എത്തും. അതായത് ഈ എയർ ഇവിടെ ഉണ്ടാവും, ഇങ്ങനെയാവും അല്ലെ? അപ്പൊ കംപ്രസ്ഡ് എയർ നമ്മുടെ സിലിണ്ടറിലേക്ക് എത്തുകയും സിലിണ്ടറിൽ നിന്ന് പിസ്റ്റൺ മേലോട്ടേക്ക് മൂവ് ചെയ്യും. ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു പിവോട്ട് ജോയിന്റിന്റെ അടുക്കുന്ന നമ്മുടെ ബാരിയർ എന്ത് ചെയ്യും? ഈ ഭാഗം ഇങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങും അല്ലെ? ഓക്കെ, അങ്ങനെ പൊങ്ങിയിട്ട് ഇവിടെ ഒരു 10 സെക്കൻഡ് സമയം നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. ഈ വർക്കിംഗ് ഒക്കെ പ്രോഗ്രാംഡ് ആണ്. അപ്പൊ ഒരു 10 സെക്കൻഡ് സമയം ഇയാൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഓക്കെ, 10 സെക്കൻഡ് നേരം ഈ ഇങ്ങനെ റൈസ് ചെയ്ത് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്ത രീതിയിൽ നിൽക്കും. ദെൻ 10 സെക്കൻഡിന് ശേഷം ഇവിടെ ഒരു ലിമിറ്റ് സ്വിച്ച് ഉണ്ട്. 10 സെക്കൻഡിന് ശേഷം ഈ ലിമിറ്റ് സ്വിച്ച് എന്താവും? ആക്ടിവേറ്റ് ആവും. ഈ ലിമിറ്റ് സ്വിച്ച് ആ മൊമെന്റിൽ നമ്മുടെ ബി എന്ന് പറയുന്ന വാൽവിനെ എനർജൈസ് ചെയ്യും അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യും. സോ ഈ ബി എന്ന് പറയുന്ന വാൽവിനകത്തുള്ള ഈ നമ്പർ 1 പൊസിഷൻ ഇപ്പുറത്തേക്ക് എത്തും. അതായത് ഇവിടുന്ന് എയറോ ഇങ്ങനെയാവും. അപ്പൊ ഈ രണ്ടാമത്തെ പ്രഷർ സോഴ്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ കംപ്രസറിൽ നിന്നും കംപ്രസ്ഡ് എയർ ഈ മൊമെന്റിൽ ഇതിലേക്ക് കയറി നമ്മുടെ സിലിണ്ടറിന്റെ മേൽഭാഗത്തെത്തും. അപ്പൊ നേരത്തെ പൊങ്ങിക്കിടന്ന പിസ്റ്റൺ ഈ ഒരു പൊസിഷനിലെങ്ങാനും ആ പിസ്റ്റൺ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഇവിടുന്ന് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് വരുമ്പോൾ പിസ്റ്റൺ എന്താവും? തിരിച്ച് താഴോട്ടേക്ക് തന്നെ വരും. താഴോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പൊങ്ങിക്കിടന്ന ബാരിയർ എന്താവും? പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. ഇതാണ് വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 2 ബാരിയേഴ്സ് ഉണ്ടാവും. ഒന്ന് എൻട്രൻസ് ഏരിയയിലായിരിക്കും, മറ്റൊന്ന് എക്സിറ്റ് ഏരിയയിലായിരിക്കും. ഇപ്പൊ എൻട്രൻസ് ഏരിയയിൽ കോയിൻ ഓപ്പറേറ്റഡ് ആണ്, അതുപോലെ തന്നെ എക്സിറ്റ് ഏരിയയിലും മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ കോയിൻ ഇൻസേർട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു സ്റ്റിമുലി പാസ് ചെയ്തിട്ട് സെയിം മെക്കാനിസം, സെയിം എലമെന്റ്സ്. ഇവിടെ ഇപ്പോൾ ഒരു ന്യൂമാറ്റിക് സിലിണ്ടർ ഉണ്ട്, ഒരു സിംഗിൾ സിലിണ്ടർ ആണ്.
ദെൻ 2 കൺട്രോൾ വാൽവ്സ് ഉണ്ട് അല്ലെ, ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ്, 2 സോളിനോയിഡ് വാൽവ്സ് ഉണ്ട്. ദെൻ ഇതിലേക്ക്, ഈ വാൽവിലേക്ക് നമ്മുടെ കോയിൻ ബോക്സിനകത്ത് നിന്ന് വരുന്ന സെൻസിങ് എലമെന്റുകളും ഉണ്ടാകും. അപ്പോൾ ഇതൊരു മെക്കാട്രോണിക് അപ്രോച്ചിലാണ് വർക്ക് ചെയ്യുന്നത് പറയാൻ കാരണം ഇവിടെ സെൻസേഴ്സ് ഉണ്ട്. കോയിൻ ഓപ്പറേറ്റഡ് ബോക്സിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. സെൻസറിൽ നിന്നും വരുന്ന സിഗ്നലിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആക്ച്വേറ്റിംഗ് ഡിവൈസ് ഉണ്ട്, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഉണ്ട്. ദെൻ ഈ ആക്ച്വേറ്ററിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ കൺട്രോൾ വാൽവുകൾ ഉണ്ട്, ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് ആയിട്ട് 2 സോളിനോയിഡ് വാൽവ്സ് ഉണ്ട്. സോ ഇതിന്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. കോയിൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന മൊമെന്റിൽ അതിനകത്തുള്ള സെൻസേഴ്സ് നമ്മുടെ ആക്ച്വേറ്റിംഗ് ഡിവൈസ് ആയ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിലേക്ക് സിഗ്നൽ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ് ആണ് ഉള്ളത്, സോളിനോയിഡ് വാൽവ്സ് ആണ്. ഇവിടെ സിഗ്നൽ എത്തുന്ന മൊമെന്റിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു കറണ്ട് എത്തുന്ന സമയത്ത് ഈ ഒരു വാൽവ് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലേക്ക് ആവും. അത് പൊസിഷൻ മാറാൻ തുടങ്ങും. പൊസിഷൻ മാറുമ്പോൾ കംപ്രസ്ഡ് എയർ പിസ്റ്റന്റെ ഈ ഒരു ഏരിയയിൽ, പിസ്റ്റന്റെ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ലോവർ ഏരിയയിൽ എത്തും. ആ മൊമെന്റിൽ പിസ്റ്റൺ പൊങ്ങും. ദെൻ നമ്മൾ പ്രോഗ്രാമിൽ 10 സെക്കൻഡ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ലിഫ്റ്റ് ചെയ്തിട്ട് 10 സെക്കൻഡ് റെസ്റ്റിൽ നിൽക്കാൻ വേണ്ടി. 10 സെക്കൻഡിന് ശേഷം ഈ ലിമിറ്റ് സ്വിച്ച് വർക്ക് ചെയ്യും. ഈ ലിമിറ്റ് സ്വിച്ച് സെക്കൻഡ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യും. ഈ മൊമെന്റിൽ കംപ്രസ്ഡ് എയർ നേരത്തെ തന്നെ നേരെ റിവേഴ്സ് സൈഡിലേക്ക് കംപ്രസ്ഡ് എയർ വരും. അപ്പോൾ പിസ്റ്റൺ തിരിച്ച് വീണ്ടും താഴേക്ക് പോകും. ഈ ഒരു ബാരിയർ എലമെന്റ് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. ഇതാണ് ഓട്ടോമാറ്റിക് കാർ പാർക്ക് ബാരിയർ സിസ്റ്റം എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ ഇതിനകത്ത് മെക്കാട്രോണിക് അപ്രോച്ച് നമ്മൾ പറഞ്ഞു. ഈ ഒരു എലമെന്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായ കുറച്ച് സർക്യൂട്ടും അതിന്റെ ലാഡർ പ്രോഗ്രാമിംഗും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്, കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം. ഇതാണ് ലാഡർ ഡയഗ്രാം. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം, കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലാഡർ ഡയഗ്രാം നമുക്കറിയാം, ഓരോ ലാഡറും ഓരോ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെ. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ, എൻട്രൻസ് ഏരിയയിലെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ എൻട്രൻസ് ഏരിയയിലെ ബാരിയർ പൊങ്ങണം അല്ലെ, ബാരിയർ പൊങ്ങണം. സോ ഫസ്റ്റ് ഈ ഒരു റങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലാഡർ പ്രോഗ്രാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തിനുള്ള വെച്ചാൽ, ടു ലിഫ്റ്റ് ദി എൻട്രൻസ് ബാരിയർ കോയിൻ ഓപ്പറേറ്റഡ് ഇൻപുട്ട് X400, അതായത് ഇവിടെ ഇൻപുട്ട് നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. ദെൻ എനർജൈസ് ദി സോളിനോയിഡ് എ. നമ്മൾ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗർ പ്രകാരം സോളിനോയിഡ് എ വാൽവ്, അതായത് ഫസ്റ്റ് വാൽവ്, ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്യണം. കോയിൻ ഇൻസേർട്ട് ചെയ്യുന്ന മൊമെന്റിൽ ഈ സോളിനോയിഡ് വാൽവ് എ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായ ലാഡർ പ്രോഗ്രാമിംഗ് ആണ് ഫസ്റ്റ് റങ്ങിലുള്ളത്. ദെൻ വെൻ ബാരിയർ അപ്പ് ഇൻപുട്ട് X401 സ്റ്റാർട്ട്സ് ടൈമർ. ഇനി നമ്മളെ ഫിഗർ പ്രകാരം ഈ സോളിനോയിഡ് എ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ബാരിയർ പൊങ്ങും അല്ലെ, ബാരിയർ പൊങ്ങി ഈ ഒരു പൊസിഷനിലേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് 10 സെക്കൻഡ് ഇയാൾ അവിടെ തന്നെ റെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആ 10 സെക്കൻഡിന് വേണ്ടിയിട്ടുള്ള ടൈമർ സർക്യൂട്ടാണ് നെക്സ്റ്റ് വരുന്നത്. വെൻ ബാരിയർ അപ്പ് ഇൻപുട്ട് X401 സ്റ്റാർട്ട്സ് ടൈമർ. ദെൻ നമ്മൾ പറഞ്ഞ 10 സെക്കൻഡ് ആണ് നമ്മൾ ഡിലേ ടൈം വെച്ചിട്ടുള്ളത്. ആഫ്റ്റർ 10 സെക്കൻഡ് ദ ഇന്റേണൽ റിലേ M100 എനർജൈസ്ഡ്. ദെൻ അടുത്ത റങ് എന്ന് പറയുന്നത് ദിസ് റിസൾട്ട് Y431 എനർജൈസിങ് സോളിനോയിഡ് ബി. സോ 10 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ബി എന്ന് പറയുന്ന സോളിനോയിഡ് വാൽവിനെ എനർജൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ 10 സെക്കൻഡിന് ശേഷം ഇയാൾ ഇങ്ങ് താഴോട്ടേക്ക് ഇറങ്ങി വരുള്ളൂ അല്ലെ. ഇത്രയാണ് എൻട്രൻസ് ഏരിയയിൽ വരുന്ന വർക്ക്. ഇതേ എലമെന്റ് തന്നെയാണ്, അല്ലെ ഇതേ വർക്കിംഗ് ഓപ്പറേഷൻ തന്നെയാണ് എക്സിറ്റ് ഏരിയയിലും വരുന്നത്. ടു ലിഫ്റ്റ് ദി എക്സിറ്റ് ബാരിയർ. നമ്മളിപ്പോ കാറ് പാർക്കിംഗ് ഏരിയയിൽ, എൻട്രൻസ് ഏരിയയിലെ ബാരിയർ പൊങ്ങി കാർ അകത്ത് കയറി 10 സെക്കൻഡിന് ശേഷം ബാരിയർ തിരിച്ച് താഴേക്ക് തന്നെ വന്നു. ദെൻ നമ്മൾ പാർക്കിംഗ് ചെയ്ത് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പൊ നമുക്ക് എക്സിറ്റിലും ഇതേപോലെ ഒരു ബാരിയർ ഉണ്ട്. അപ്പൊ അവിടെ എക്സിറ്റിലുള്ള ബാരിയറും ഇതേപോലെ പൊങ്ങണം, കാറ് പുറത്തേക്ക് കിടക്കണം. കാറ് പോയതിനു ശേഷം ഈ ബാരിയർ തിരിച്ച് വീണ്ടും താഴ്ന്നു വരണം, അല്ലെ പഴയ പൊസിഷനിലേക്ക് വരണം. അതിനുള്ള സെയിം മെത്തേഡ് അല്ലെങ്കിൽ സെയിം വർക്കിംഗ് തന്നെയാണ് അടുത്ത ഹാഫിൽ വരുന്നത്. To lift the exit barrier, car operated input require Y4321, then energize the solenoid A of the exit barrier. When barrier up, X404 starts timer. After 10 seconds, the internal relay M101 energized. Then the result Y433 energizing solenoid B of exit barrier and barrier comes down. ഇത് രണ്ട് ഹാഫും സെയിം ആണ്. നമ്മൾ അവിടുത്തെ ഇൻപുട്ടിന്റെ എല്ലാം വാല്യൂസ് അല്ലെങ്കിൽ ആ നെയിമിങ് മാറും, ബട്ട് ഓപ്പറേഷൻ സെയിം ആണ്. ദെൻ ലാസ്റ്റ് ഈസ് ദ എൻഡ് റൺ. ഓക്കെ, അപ്പൊ ഈ ലാഡർ പ്രോഗ്രാം ഇതുപോലെ വരച്ച് പഠിച്ചേ പറ്റുള്ളൂ. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് 2 തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഓട്ടോമാറ്റിക് കാർ പാർക്ക് ബാരിയർ സിസ്റ്റം.
ഒരു മിനിറ്റ്. വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ 5 മാർക്കിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ഫിഗർ വരച്ചിട്ട് ഇതിലെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്, കോയിൻ ഓപ്പറേറ്റഡ് ആണെങ്കിൽ എങ്ങനെയാണ് ലിഫ്റ്റിങ്ങും എങ്ങനെയാണ് ലോവറിങ്ങും, അതേപോലെ എക്സിറ്റ് സൈഡിലും സെയിം മെത്തേഡ് തന്നെ. ഇനി അല്ല നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വിത്ത് ലാഡർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാഡർ പ്രോഗ്രാം വരച്ചിട്ട് ഓരോ റംഗും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ റംഗും എന്തിന്റെ പ്രോഗ്രാം ആണെന്നുള്ളത് ഇതേപോലെ സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ലാഡർ പ്രോഗ്രാം പ്ലസ് തിയറി ആണെങ്കിൽ ലാഡർ പ്രോഗ്രാമിന് ഐ തിങ്ക് ഒരു 6 മാർക്ക് ഉണ്ടാവും. അപ്പൊ ഇത് ജസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് കിട്ടും. ദെൻ ഇതിലുള്ള ഓരോ സ്റ്റെപ്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പം ആകെ കൂടെ 3-4 ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ കോയിൻ ഇടുമ്പോൾ സോളിനോയിഡ് എ ആക്ടിവേറ്റ് ചെയ്യണം. ദെൻ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈമർ സർക്യൂട്ട് വർക്ക് ചെയ്യണം. ദെൻ ഡിലേ ടൈം അല്ലെങ്കിൽ 10 സെക്കൻഡ് അവിടെ ഡിലേ കഴിഞ്ഞാൽ ദെൻ സോളിനോയിഡ് ബി എ ആക്ടിവേറ്റ് ചെയ്യിക്കണം. ഇതേ ഹാഫ് തന്നെ അല്ലെങ്കിൽ ഇതേ സംഭവം തന്നെ അടുത്ത ഹാഫിലും. ദെൻ ലാസ്റ്റ് ഈസ് ദി എൻഡർ. സോ ദിസ് ഈസ് ദി ഓട്ടോമാറ്റിക് കാർ പാർക്ക് ബാരിയർ സിസ്റ്റം വർക്കിംഗ്. അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. മറന്നു പോയത് ഇതിനകത്തുള്ള എലമെന്റുകൾ സോളിനോയിഡ് വാൽവ് എയും സോളിനോയിഡ് വാൽവ് ബിയും ഒരു സിംഗിൾ ന്യൂമാറ്റിക് സിലിണ്ടർ ഡിവൈസ്. ഓക്കെ, നമ്മളിപ്പോ കുറെ കേസ് സ്റ്റഡീസ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതായിരുന്നു? പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് ആയിരുന്നു. ദെൻ നമ്മൾ ബാർകോഡ് റീഡർ എലമെന്റുകളെ പറ്റി പറഞ്ഞു. ദെൻ നമ്മളിപ്പോ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് കാർ പാർക്ക് ബാരിയർ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. ഇനി നമുക്കുള്ളത് കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം. കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം. എഞ്ചിൻ മാനേജ്മെന്റ് നമ്മളിപ്പോ കാർ എന്നുള്ള നിങ്ങളുടെ സിലബസിനകത്ത് കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാറിന്റെ കേസ് തന്നെ പറയുന്നത്. ഏതൊരു ഓട്ടോമൊബൈൽ വെഹിക്കിളിനകത്തും എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അല്ലെ? കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാർ എഞ്ചിൻ മാനേജ്മെന്റ് കൺട്രോൾ യൂണിറ്റിന്റെ ആവശ്യം എന്തായിരിക്കും? എഞ്ചിന്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ എഞ്ചിന്റെ എന്തൊക്കെ പെർഫോമൻസിനായിരിക്കും പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഫ്യൂവൽ ഇൻകം കൺട്രോൾ ചെയ്യണം വേണം. ശരി, പിന്നെയോ? വാൽവിന്റെ ടൈമിംഗ്. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെയോ? ഇഗ്നീഷൻ കൺട്രോൾ ചെയ്യണം. ഓക്കെ, ദെൻ ഇഗ്നീഷൻ ഒക്കെ നടക്കുമ്പോൾ എഞ്ചിനകത്ത് ടെമ്പറേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യല്ലേ? അപ്പൊ അത് ഓവർ ഹീറ്റ് ആവാതെ നോക്കണ്ടേ? അപ്പൊ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യണ്ടേ? വേണ്ടേ? പിന്നെയോ? ഇതിനകത്ത് നിന്ന് ബേണിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ബൈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ പുറത്തേക്ക് വരുന്ന ഈ പൊല്യൂട്ടൻസ് ആയിട്ടുള്ള എലമെന്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതായത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പൊല്യൂട്ടൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സോസ്റ്റിനെയും കൺട്രോൾ ചെയ്യണം. ദെൻ ഓയിൽ സപ്ലൈ ഉണ്ടാവുള്ളൂ, ഓയിൽ പ്രഷർ സെൻസ് ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫ്യൂവൽ പ്രഷറിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പൊ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എഞ്ചിന്റെ സ്മൂത്ത് വർക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ അവരെയൊക്കെ കൺട്രോൾ ചെയ്യുക, അവരെയൊക്കെ ഒരു ലിമിറ്റിനുള്ളിൽ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പണി. അപ്പൊ നമ്മുടെ കാറിനകത്താണെങ്കിലും ഏതിപ്പം ഓട്ടോമൊബൈൽ വെഹിക്കിൾ ഏതെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈ പറയുന്ന കൺട്രോളിങ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ്, മൈക്രോ കൺട്രോളർ ഡിവൈസുകളാണ്. സോ ഇലക്ട്രോണിക്സ് ഡിവൈസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മെക്കാട്രോണിക് അപ്രോച്ച് ആയി. അപ്പൊ ഈ കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് ഇവിടെ സെൻട്രൽ ഒരു ബ്ലോക്ക് ആണ്, ഒരു വലിയൊരു പെട്ടിയാണ്. ദിസ് ഈസ് എ മൈക്രോ കൺട്രോളർ ഫോർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം. എഞ്ചിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൺട്രോളർ എലമെന്റ് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ എലമെന്റ് ആണ്, മൈക്രോ ചിപ്പാണ്, ഇത് എലമെന്റ് ആണ് ഇത്. ഓക്കെ, ഇവിടെ കുറെ ഇൻപുട്ടും ഉണ്ട്. ഈ കൺട്രോളറിലേക്ക് കുറെ ഇൻപുട്ട് വരുന്നുണ്ട്.
ഈ ഇൻപുട്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറെ ഔട്ട്പുട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോ ഇൻപുട്ട് എന്താണെന്നും എന്തൊക്കെയാണ് എഞ്ചിൻ കൺട്രോൾ മാനേജ്മെന്റ് കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കൺട്രോളിങ് ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വേണ്ടേ. So the engine management system, to ensure that the engine is operated at its optimum settings, the modern cars are equipped with many electronic control systems involving microcontrollers. The block diagram shows the engine management system. ഈ ബ്ലോക്ക് ഡയഗ്രത്തിലെ എല്ലാ ഇൻപുട്ടും എല്ലാ ഔട്ട്പുട്ടും ഓർമ്മയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3-4 നിർബന്ധമായി ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ഈ മൈക്രോ, ഇതാണ് ഫസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇതിന്റെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മൈക്രോ കൺട്രോളേഴ്സ് ആണ്. സോ കൺട്രോളേഴ്സിൽ കുറേ ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്. കൺട്രോളേഴ്സിന് അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്, കാർ എഞ്ചിൻ സ്പീഡ് സെൻസർ ഈസ് യൂസ് ടു സെൻസ് ദി എഞ്ചിൻ സ്പീഡ്. ഒന്ന് നമ്മളെ കാറിന്റെ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എഞ്ചിൻ സ്പീഡ് സെൻസർ, ഇവിടെ ഒരു സെൻസർ എലമെന്റ്, ഈ ബ്ലോക്ക് കാണിച്ചത് സെൻസർ എലമെന്റ് ആണ്. കാർ എഞ്ചിൻ സ്പീഡ് സെൻസർ, നമ്മളിപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യണം അല്ലെ. നമുക്കൊരു ലിമിറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടുള്ള വർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ കാർ എഞ്ചിൻ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇപ്പൊ എത്രയാണ് സ്പീഡ് ഉള്ളത് എന്ന് ആദ്യം അനലൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പീഡ് സെൻസിങ് ഡിവൈസ് ഉണ്ടാവും. ആ സ്പീഡ് സെൻസർ സെൻസ് ചെയ്ത എലമെന്റിനെ അല്ലെങ്കിൽ റിസൾട്ടിനെ കൺട്രോളർ യൂണിറ്റിലേക്ക് കൊടുക്കും. അപ്പൊ കൺട്രോളർ യൂണിറ്റ് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും നമ്മുടെ റിക്വയർമെന്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. നമ്മളെ പ്രീ പ്രോഗ്രാംഡ് കൺട്രോളർ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചിട്ടുള്ള സ്പീഡിലാണോ ഇയാൾ മൂവ് ചെയ്യുന്നത് നോക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഇഗ്നീഷൻ കോയിൽ ഡ്രൈവ്സ്, അതായത് ഇഗ്നീഷനെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഇഗ്നീഷൻ അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സ്പീഡ് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്പീഡ് സെൻസർ ഏതാണ്, ഇൻഡക്റ്റീവ് സെൻസർ എലമെന്റ് ആണ് എഞ്ചിൻ സ്പീഡ് സെൻസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻഡക്റ്റീവ് സെൻസർ ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് കോയിൽ ഫോർ വിച്ച് ദ ഇൻഡക്റ്റൻസ് ചേഞ്ചസ് ആസ് ദ ടീത്ത് ഓഫ് ദ സെൻസർ വിൽ പാസ് ഇറ്റ് ആൻഡ് ഹെൻസ് ഓസിലേറ്റിംഗ് വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ പറയുന്ന ഇൻഡക്റ്റീവ് സെൻസർ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ടാക്കോ ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞൊരു എലമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ടൂത്ത്ഡ് വീല് അല്ലെ, ഒരു ടൂത്ത്ഡ് വീല്, ഇപ്പുറത്ത് നമ്മളൊരു കോയിലും ഒരു കോറും, എന്നിട്ട് ഈ കോറിനകത്തേക്ക് നമ്മൾ കറണ്ട് AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോകും. അപ്പൊ ഒരു ടീത്ത് വരുന്ന സമയത്ത് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്യും, കറസ്പോണ്ടിങ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ദെൻ ഈ രണ്ട് ടീത്ത് തമ്മിലുള്ള ഗ്യാപ്പ് ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് അവിടെ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കട്ടിങ് കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ടീത്തിന്റെ അല്ലെങ്കിൽ ഈ ടൂത്തിന്റെ വീലിന്റെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ടൂത്തിന്റെ വീൽ അടങ്ങുന്ന ഇൻഡക്റ്റീവ് സെൻസിങ് എലമെന്റ് ആണ് കാർ എഞ്ചിൻ സ്പീഡ് സെൻസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. വേറൊരു കൺട്രോൾ സ്റ്റിമുലിയാണ് ടെമ്പറേച്ചർ കൺട്രോൾ. ഞാൻ പറഞ്ഞു നമ്മുടെ എഞ്ചിനകത്ത് ഇഗ്നീഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ പെർഫോമൻസിന്റെ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നമ്മുടെ സിലിണ്ടറിന്റെ മെറ്റീരിയലിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ എഞ്ചിന്റെ സ്മൂത്ത് വർക്കിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ ടെമ്പറേച്ചറിനെയും കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. സോ ഇവിടെ ഉപയോഗിക്കുന്നത് തെർമിസ്റ്റർ ആണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട് തെർമിസ്റ്ററിന്റെ വർക്കിംഗ് ഒക്കെ. ദെൻ ദ ഹോട്ട് വയർ സെൻസർ ഈസ് യൂസ്ഡ് ആസ് എ മാസ് എയർ ഫ്ലോ സെൻസർ. എയർ ഫ്ലോ സെൻസർ, എയർ ഫ്യൂവൽ മിക്സ്ചർ ആണ് നമ്മൾ എഞ്ചിൻസിനകത്ത് ഉപയോഗിക്കുക. എയർ ഫ്യൂവൽ മിക്സ്ചർ ഏത് ടൈപ്പ് എഞ്ചിനിലാണ് ഉപയോഗിക്കുക? കാർബറേറ്ററിൽ. അങ്ങനല്ല, പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ? പെട്രോൾ എഞ്ചിൻ. അപ്പൊ അവിടെ എയർ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഈ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്രൊപ്പോർഷൻ എയർ ഉണ്ടല്ലേ. അപ്പൊ എയർ ഫ്ലോ റേറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പൊ അവിടെ ഒരു മാസ് എയർ ഫ്ലോ സെൻസറിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെൻസിങ് എലമെന്റ് ഹോട്ട് വയർ സെൻസർ. ഹോട്ട് വയർ സെൻസർ, ഈ ഹോട്ട് വയർ സെൻസറിന്റെ വർക്കിംഗ് ആണ് ഇനി പറയുന്നത്. വെൻ എയർ പാസസ് ഓവർ എ ഹോട്ട് വയർ ഇറ്റ് വിൽ ഗെറ്റ് കൂൾഡ്. ദ എമൗണ്ട് ഓഫ് കൂളിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മാസ് റേറ്റ് ഓഫ് ഫ്ലോ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ചൂടാക്കിയ ഒരു വയർ, ഈ വയറിന്റെ മേലിലൂടെ എയർ നമ്മൾ ഇൻടേക്ക് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഈ ഔട്ട്സൈഡ് എയർ നമ്മുടെ ഈ വയറിന്റെ മുകളിലൂടെ പോകുമ്പോൾ ഈ വയറിന് കൂളിംഗ് കിട്ടും അല്ലെ.
നല്ല ചൂടുള്ള വയറായിരുന്നു, അതിന്റെ മുകളിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ ഇയാൾ കൂളാവൂലേ? അപ്പൊ ഈ കൂളിംഗ് റേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി എയർ ഫ്ലോ റേറ്റ്. സോ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഹോട്ട് വയർ സെൻസർ എന്ന് പറയുന്ന എലമെന്റ്. അപ്പൊ ഈ ഹോട്ട് വയർ സെൻസർ ആണ് എയർ ഫ്ലോ, മാസ് എയർ ഫ്ലോയെ സെൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ റേസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ 3-4 സെൻസറുകളെ പറ്റി പറഞ്ഞു. ഒന്ന് എഞ്ചിൻ സ്പീഡ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡക്റ്റീവ് സെൻസർ, അതുപോലെ തന്നെ എഞ്ചിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ ആവശ്യമായ തെർമിസ്റ്റർ, മറ്റൊന്ന് എയർ ഫ്ലോ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് വയർ സെൻസർ. ദെൻ അടുത്തൊരു സ്റ്റിമുലി സെൻസിങ് ആണ് ക്ലോസ്ഡ് എൻഡ് ട്യൂബ് മെയ്ഡ് ഓഫ് സിർക്കോണിയം ഓക്സൈഡ് വിത്ത് പോറസ് പ്ലാറ്റിനം ഇലക്ട്രോൺസ് ഓൺ ദി ഇന്നർ ആൻഡ് ഔട്ടർ സർഫേസ് ഈസ് ആക്ടിങ് ആസ് എൻ ഓക്സിജൻ സെൻസർ. ഓക്സിജൻ സെൻസർ അനദർ കൺട്രോളിംഗ് സ്റ്റിമുലി ഓക്സിജൻ സെൻസർ. അത് ഓക്സിജന്റെ റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബേണിങ്ങിൽ ആവശ്യമായ ഓക്സിജൻ റേറ്റ് അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ സെൻസ് ചെയ്യാൻ ആവശ്യമായ സെൻസർ എലമെന്റ് ആണ് ക്ലോസ്ഡ് എൻഡ് ട്യൂബ് മെയ്ഡപ്പ് ഓഫ് സിർക്കോണിയം ഓക്സൈഡ് വിത്ത് പോറസ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. അല്ലെ അറ്റ്ലീസ്റ്റ് ഈ പേരെങ്കിലും ഓർത്ത് വെക്കുക, ക്ലോസ്ഡ് എൻഡ് ട്യൂബ്, ക്ലോസ്ഡ് എൻഡ് ട്യൂബ്സ്. അതിനകത്തുള്ള കണ്ടൻസ് മെയ്ഡപ്പ് ഓഫ് സിർക്കോണിയം ഓക്സൈഡ് വിത്ത് പോറസ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഓൺ ദി ഇന്നർ ആൻഡ് ദി ഔട്ടർ സർഫേസ്. ഒരു സിർക്കോണിയം ട്യൂബ് ആണ്. സിർക്കോണിയം ട്യൂബിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ പെരിഫറിയിൽ പോറസ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്ത എലമെന്റ്. ആ ഒരു സെൻസിങ് എലമെന്റ് ആണ് ഓക്സിജൻ സെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 4ാമത്തെ സെൻസർ നമ്മൾ പറഞ്ഞു ഓക്സിജൻ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ്ഡ് എൻഡ് ട്യൂബ്സ് ഓഫ് സിർക്കോണിയം ഓക്സൈഡ്. ദെൻ ഇപ്പൊ 4 അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്, 4 അല്ല അതിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ 4 മാത്രം എടുത്തിട്ട് നമുക്ക് പറയാം. ഇനി ഈ 4 സെൻസറിൽ നിന്നും വരുന്ന സെൻസിങ് ഡാറ്റാസ് മൈക്രോ കൺട്രോളറിലേക്ക് അയക്കും. സോ ദ മൈക്രോ കൺട്രോളർ ഈസ് യൂസ്ഡ് ആസ് എൻ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഫോർ ദി കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം. The input conditions are sent through various sensors as shown in the diagram. The microcontrollers compares these input values with the set points stored in its memory. നമ്മൾ ഈ ഫിഗറിനകത്ത് ഈ വലിയ ബോക്സ് ആണ് മൈക്രോ കൺട്രോളർ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ 4 സെൻസിങ് എലമെന്റുകളെ പറ്റി പറഞ്ഞു. അപ്പൊ അവർ ഇൻപുട്ട് ഇതിലേക്ക് അയക്കുമ്പോൾ ഈ മൈക്രോ കൺട്രോളർ നമ്മൾ പ്രീ പ്രോഗ്രാംഡ് എലമെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്ന വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ഇപ്പോൾ എൻജിൻ സ്പീഡ് ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു സെൻസർ ഒരു ഔട്ട്പുട്ട് ഇതിലേക്ക് നമ്മുടെ കൺട്രോളറിലേക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സെറ്റ് പോയിന്റ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിന്റെ മെമ്മറി ലൊക്കേഷൻസിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം എക്സസ് സ്പീഡ് ഉണ്ടെങ്കിൽ ആ സ്പീഡ് കുറക്കാൻ ആവശ്യമായ ഔട്ട്പുട്ട് അത് നമ്മൾ ഒന്നുകിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കട്ട് ചെയ്യുന്നല്ല കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഇഗ്നീഷൻ കൺട്രോൾ ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് ഈ എഞ്ചിൻ സ്പീഡ് കുറക്കാൻ പറ്റും. അതേപോലെ ടെമ്പറേച്ചർ രണ്ടാമത് നമ്മൾ പറയുകയാണ് ടെമ്പറേച്ചർ സെൻസർ. ടെമ്പറേച്ചർ നമ്മളിപ്പം സെൻസ് ചെയ്ത ടെമ്പറേച്ചർ എഞ്ചിൻ സെൻസർ എന്ത് ചെയ്യും, നമ്മുടെ കൺട്രോളർ യൂണിറ്റിലേക്ക് അയക്കും. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ മെമ്മറി ലൊക്കേഷൻസിൽ സെറ്റ് ചെയ്ത സെറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. എക്സസ് ആണെങ്കിൽ ആ ടെമ്പറേച്ചർ കുറക്കണം, അപ്പോൾ വർക്കിംഗ് ഒന്ന് കൺട്രോൾ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഗ്നീഷൻ അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഇപ്പം മാസ് എയർ ഫ്ലോ സെൻസർ, ഇപ്പം ഇവിടെ എയർ ഫ്യൂവൽ മിക്സ്ചറിന്റെ വരുന്ന ഒരു എലമെന്റ് ആണ് എയർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് എയർ ഇൻടേക്ക് എടുത്താൽ മാത്രമേ അവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. സോ എയർ ഫ്ലോ സെൻസറിന്റെ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് നമ്മുടെ മൈക്രോ കൺട്രോളറിൽ ഇൻപുട്ട് ആയിട്ട് വരും, കമ്പയർ ചെയ്യും, കറസ്പോണ്ടിങ് വർക്കിംഗ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കും. അങ്ങനെ ഡിഫറെന്റ് സെൻസേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ 4 പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. എഞ്ചിൻ സ്പീഡ് സെൻസർ ഉണ്ട്, എഞ്ചിൻ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, ദെൻ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഉണ്ട്, മാസ് എയർ ഫ്ലോ സെൻസർ ഉണ്ട്, ഓക്സിജൻ സെൻസർ ഉണ്ട്, നോക്സ് സെൻസർ, ഓയിൽ പ്രഷർ സെൻസർ, ഫ്യൂവൽ പ്രഷർ സെൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന സെൻസിങ് എലമെന്റ്സ്. ദെൻ ഈ സെൻസ് ചെയ്ത വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ എഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈക്രോ കൺട്രോളേഴ്സ് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അത് സംടൈംസ് ഇഗ്നീഷൻ കൺട്രോൾ ചെയ്യലായിരിക്കും, സംടൈംസ് ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ ചെയ്യലായിരിക്കും, ഐഡിയൽ സ്പീഡ് ആക്ച്വേറ്റർ, എഞ്ചിൻ ഗ്യാസ് റെഗുലേഷൻ വാൽവ്, ഇതിലേക്കൊക്കെ ഔട്ട്പുട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എഞ്ചിന്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യും. സോ കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് സെൻസേഴ്സും അതുപോലെ തന്നെ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, മൈക്രോ കൺട്രോളർ എലമെന്റും. ദെൻ ഈ കൺട്രോളർ എലമെന്റിന്റെ ഔട്ട്പുട്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ആക്ച്വേറ്റിംഗ് ഡിവൈസുകളും അടങ്ങുന്നതാണ്. സോ ഹിയർ സെൻസർ, ഹിയർ ആക്ച്വേറ്റർ, ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ എലമെന്റ്. ഇതാണ് കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം. സോ
കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ സെൻസിങ് എലമെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 മാത്രം എടുത്ത് പറഞ്ഞത്. 4 മാത്രമല്ല, ഇപ്പോൾ പിന്നെ ഇഷ്ടംപോലെ സെൻസിങ് എലമെന്റ് ഉണ്ട്. ഈ ഫിഗറിലുള്ളതും ഇൻകംപ്ലീറ്റ് ആണ്. ഇതിലിപ്പോൾ സ്പീഡ് സെൻസർ, ടെമ്പറേച്ചർ, ത്രോട്ടിൽ, മാസ് എയർ ഫ്ലോ, ഓക്സിജൻ, നോക്സ് സെൻസർ, ഓയിൽ പ്രഷർ, ഫ്യൂവൽ പ്രഷർ, ഇതിനപ്പുറത്തേക്കും എന്തൊക്കെ എഞ്ചിൻ പെർഫോമൻസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ സെൻസിങ് എലമെന്റ്സ് ഉണ്ടാവും. ഇതൊക്കെ കൂടി ഒരു സിംഗിൾ മൈക്രോ പ്രോസസ്സറുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ ഈ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് പ്രീ പ്രോഗ്രാംഡ് എലമെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് പ്രോഗ്രാംഡ് മെമ്മറി ലൊക്കേഷൻസിൽ പ്രോഗ്രാം ചെയ്തേക്കുന്ന സെറ്റ് വാല്യൂസുമായിട്ട് ഈ സെൻസേഴ്സിന്റെ ഒക്കെ ഔട്ട്പുട്ടിനെ കമ്പയർ ചെയ്യും. കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും, ഇവിടെ ആക്ടിവേറ്റ് ചെയ്യും. ഇവിടെ സെറ്റ് ഓഫ് ആക്ച്വേറ്റിംഗ് ഡിവൈസുകളാണ് ഉണ്ടാവുക. ഈ ആക്ച്വേറ്റേഴ്സ് വർക്ക് ചെയ്യും. ഇത്രയാണ് കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഇതിനകത്ത് പിന്നെ ഒരു വലിയ ലാഡർ ഡയഗ്രം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തരാം. ഈ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ബട്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ പോലും പറ്റുന്ന പോലെ ഒന്ന് നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഏതൊക്കെയാ പറഞ്ഞ കേസ് സ്റ്റഡീസിൽ പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്, ബാർകോഡ് റീഡർ, കാർ പാർക്ക് ബാരിയർ സിസ്റ്റം, കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം പറഞ്ഞു. ഇനി ഒന്നുകൂടി ഉണ്ട്, ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റം. ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റം നമ്മുടെ പഴയ ഫിലിം റോൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയിൽ നിന്നും ഇപ്പോൾ ക്യാമറ സിസ്റ്റം എന്തായിട്ടുണ്ട്, ഒരുപാട് മാറിയല്ലേ. ഒരുപാട് മാറി എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായി ഡിജിറ്റൽ ആയല്ലേ. ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫോക്കസിങ്ങും അതുപോലെ തന്നെ പിന്നെ ലൈറ്റ്, അപ്പർച്ചർ കൺട്രോളും എല്ലാം ഓട്ടോമാറ്റഡ് വേർഷനായി മാറി. അപ്പൊ ഇപ്പോഴുള്ള ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെക്കാട്രോണിക് അപ്രോച്ചിൽ വർക്ക് ചെയ്യുന്ന എലമെന്റ് ആണ്. സോ ഓട്ടോമാറ്റിക് മോഡേൺ ക്യാമറ ഹാസ് ഓട്ടോമാറ്റിക് ഫോക്കസിങ് ആൻഡ് എക്സ്പോഷർ. ദ മൈക്രോ പ്രൊസസർ ബേസ്ഡ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദി ഫോക്കസിങ് ആൻഡ് എക്സ്പോഷർ. പണ്ടത്തെ നമ്മുടെ ക്യാമറ റോളിംഗ് എലമെന്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഫോക്കസിങ് അല്ലെങ്കിൽ ആ ഒരു ഫോക്കൽ ലെങ്ത് ഒക്കെ നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ലെൻസിന്റെ പൊസിഷനൊക്കെ നമ്മൾ തന്നെ കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ലെൻസിന്റെ പൊസിഷൻ വാരി ചെയ്തിട്ട് ഫോക്കസിങ് ഫീച്ചർ മാറ്റും. അതുപോലെ തന്നെ അപ്പർച്ചർ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അപ്പർച്ചർ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ എക്സ്പോഷർ കൺട്രോൾ ആണ്, ലൈറ്റിംഗ് കൺട്രോൾ. അപ്പം അപ്പർച്ചർ കൺട്രോളിങ്ങും ഫോക്കസിങ് കൺട്രോളിംഗ് ഒക്കെ മാനുവലി ചെയ്യുന്നതിൽ നിന്നും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് മാറി. ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റം. അപ്പൊ ആ ഒരു ഓട്ടോമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ അവിടെയും ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, മൈക്രോ പ്രോസസർ. സോ മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം ആണ് ഓട്ടോമാറ്റഡ് ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത്, മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം. ദെൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? സ്വിച്ച് ഈസ് ഓൺ ടു ആക്ടിവേറ്റ് ദ ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റം. ദെൻ ദ ക്യാമറ ഈസ് പോയിന്റഡ് അറ്റ് ദി ഒബ്ജക്ട് ടു ബി ഫോട്ടോഗ്രാഫ്. The microprocessor takes the input using range sensor and sends an output signal to the lens position drive in order to position the lens to achieve correct focusing. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് അല്ലേ. ഇല്ലടാ, ഹലോ. അതെങ്ങനെയാ നടക്കുന്നത് വെച്ചാല് നമ്മളിപ്പോ ക്യാമറ വെച്ചിട്ട് ഒരു ക്യാമറ സിസ്റ്റം വെച്ചിട്ട് ഇതിന്റെ ക്യാമറയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാണ്. അപ്പോൾ ഈ ക്യാമറ സിസ്റ്റത്തിനകത്ത് ഒരു സെൻസിങ് എലമെന്റ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റോബോട്ടിക് സെൻസറിന്റെ കേസിൽ റേഞ്ച് ഫൈൻഡേഴ്സ് അല്ലെ, റേഞ്ച് ഫൈൻഡേഴ്സ്. അപ്പൊ റേഞ്ച് ഫൈൻഡർ എന്ത് ചെയ്യും, ഈ ക്യാമറയിൽ നിന്ന് നമ്മളെ ഒബ്ജക്റ്റ് ടു ബി ഫോട്ടോഗ്രാഫ്, അതായത് ഈ ഒരു എലമെന്റിലേക്കുള്ള ലെങ്ത് അല്ലെങ്കിൽ റേഞ്ച് സെൻസ് ചെയ്യും, എത്ര ദൂരത്തിലാണ്. ആ സെൻസ് ചെയ്യുന്ന ഡാറ്റ നമ്മുടെ ഇതിനകത്തൊരു മൈക്രോ പ്രോസസർ യൂണിറ്റ് ഉണ്ടാവും. ഈ മൈക്രോ പ്രോസസർ യൂണിറ്റിലേക്ക് റേഞ്ച് സെൻസർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നല് നമ്മൾ ഇതിനകത്തുള്ള ലെൻസിന്റെ ഡ്രൈവ് ഉണ്ടാവും. ലെൻസ് ഡ്രൈവ് എന്ന് വെച്ചാൽ ലെൻസിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രൈവ് സിസ്റ്റം. അപ്പൊ ആ ഡ്രൈവിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ എത്ര മാറ്റം അല്ലെങ്കിൽ എത്ര അഡ്ജസ്റ്റ്മെന്റ് ലെൻസ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ ഒരു മില്ലിമീറ്റർ റേഞ്ചിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, ചിലപ്പോൾ സെന്റിമീറ്റർ റേഞ്ചിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ മൈക്രോ കൺട്രോളർ യൂണിറ്റ് നമ്മളെ ലെൻസ് ഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയും ഡ്രൈവ് സിസ്റ്റം അതിനനുസരിച്ച് പെർഫോം ചെയ്ത് വർക്ക് ചെയ്ത് എന്താ പറയാ ഏറ്റവും എക്സാക്ട് ഫോക്കൽ ലെങ്ത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. സോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലെൻസിനെ
നമ്മൾ മാനുവലി അല്ലെ ഒരു റിങ് തിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് സൂം ചെയ്യുന്ന സമയത്തേക്ക് തന്നെ അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാമറയും ഒബ്ജക്റ്റും തമ്മിലുള്ള റേഞ്ച് സെൻസ് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈക്രോ കൺട്രോളർ യൂണിറ്റ് ലെൻസിനെ പൊസിഷൻ ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഈസ് ദി ഫോക്കസിങ് കൺട്രോൾ വർക്കിംഗ്. അപ്പം എന്താ നടക്കുന്നത് വെച്ചാൽ മൈക്രോ പ്രൊസസർ ടേക്സ് ദി input using range finders അല്ലെങ്കിൽ range sensors and send an output signal to the lens position drive in order to position the lens to achieve correct focusing. Then the lens position is fed back into the microprocessor so that the feedback signal will be used to modify the lens position according to the input from the range sensor. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ റേഞ്ച് സെൻസിങ് എലമെന്റ് നമ്മുടെ മൈക്രോ പ്രോസസർ കൺട്രോളർ യൂണിറ്റിലേക്ക് ഇൻപുട്ട് കൊടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ലെൻസ് പൊസിഷൻ ചെയ്യും. അതിന്റെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫീഡ്ബാക്ക് തിരിച്ച് കൺട്രോളർ യൂണിറ്റിലേക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ഈ മൈക്രോ പ്രോസസർ യൂണിറ്റ് കൊടുത്ത അതേ വർക്ക് തന്നെയാണ് ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫീഡ്ബാക്ക് എറർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ദെൻ പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രൊസസർ കൺട്രോൾ യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് കുറെ ഇൻപുട്ട് ഉണ്ടായിരുന്നു, അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം കുറച്ച് ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് മൈക്രോ പ്രൊസസർ യൂണിറ്റിനെ വർക്ക് ചെയ്യിക്കാൻ സ്വിച്ച് ടു ആക്ടിവേറ്റ് ദി സിസ്റ്റം. നമ്മളെ ക്യാമറ ഓൺ ചെയ്യുന്ന പരിപാടി, ക്യാമറ ഓൺ ചെയ്താൽ മാത്രമേ ഈ മൈക്രോ പ്രൊസസർ യൂണിറ്റിലേക്കും വോൾട്ടേജിലെ പവർ എത്തുള്ളൂ. ഫസ്റ്റ് വൺ ഇസ് സ്വിച്ച് ടു ആക്ടിവേറ്റ് സിസ്റ്റം. ഇത് ആക്ടിവേറ്റ് ആയതോടുകൂടി മൈക്രോ പ്രൊസസർ വർക്കിംഗ് കണ്ടീഷനിലായി. Then shutter button pressed when photograph is to be taken. ഷട്ടർ ബട്ടൺ നമുക്ക് റിമൂവ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഷട്ടർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദെൻ ബാറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ പ്രോസസറിന് ആവശ്യമായ എലമെന്റ് ആണ് ബാറ്ററി എലമെന്റ്. നമുക്ക് ഇവിടെയുള്ള സെൻസിങ് എലമെന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി റേഞ്ച് സെൻസർ. റേഞ്ച് സെൻസറിന്റെ ആവശ്യം നമ്മൾ പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ നമ്മുടെ ഏത് എലമെന്റിനെയാണോ ഫോട്ടോ എടുക്കേണ്ടത് ആ എലമെന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. മെഷർ ചെയ്തതിനു ശേഷം ത്രൂ ആൻ ഇന്റർഫേസ് സർക്യൂട്ടറി ആ ഒരു ഡിസ്റ്റൻസ് വാല്യൂ മൈക്രോ പ്രോസസർ യൂണിറ്റിലേക്ക് എത്തും. അപ്പോൾ മൈക്രോ പ്രോസസർ യൂണിറ്റ് എന്ത് ചെയ്യും, ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് വന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ലെൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ലെൻസിന്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ടു ലെൻസ് പൊസിഷൻ ഡ്രൈവ്. അപ്പോൾ ലെൻസ് പൊസിഷൻ ഡ്രൈവ് ഒരു ചെറിയൊരു മോട്ടോർ ആയിരിക്കും. ഈ മോട്ടോർ ഈ കൺട്രോളർ യൂണിറ്റ് പറഞ്ഞ അത്രയും മൂവ് ചെയ്യും, ലെൻസിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ നമുക്ക് ആക്ച്വൽ ഫോക്കൽ ലെങ്ത് കിട്ടും. ദെൻ അടുത്തതാണ് ഇതിപ്പോ ഫോക്കസിങ് കൺട്രോൾ. നെക്സ്റ്റ് വൺ ഇസ് അപ്പർച്ചർ കൺട്രോൾ, ദാറ്റ് ഈസ് ലൈറ്റ് അല്ലെങ്കിൽ എക്സ്പോഷർ കൺട്രോൾ. അപ്പർച്ചർ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലൈറ്റ് സെൻസിങ് എലമെന്റ്സ് ആണ്. നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തു, ഫോക്കൽ ലെങ്ത് ഒക്കെ കറക്റ്റ് ആയി. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഔട്ട്സൈഡിലുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ, ആ ലൈറ്റിംഗ് കണ്ടീഷനെ സെൻസ് ചെയ്യുകയും അതും ത്രൂ ആൻ ഇന്റർഫേസ് സർക്യൂട്ടറി നമ്മുടെ മൈക്രോ പ്രോസസർ കൺട്രോളർ യൂണിറ്റിലേക്ക് ആ ഒരു ലൈറ്റിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് വാല്യൂ, ഈ സെൻസറിന്റെ ഔട്ട്പുട്ട് വാല്യൂ ഇവിടെ ഇൻപുട്ട് ആയിരിക്കും. ദെൻ അതിനെ മെഷർ ചെയ്യുകയും കമ്പയർ ചെയ്യുകയും ചെയ്തിട്ട് അപ്പർച്ചർ കൺട്രോൾ ഡ്രൈവിലേക്ക് നമ്മുടെ മൈക്രോ പ്രോസസർ യൂണിറ്റ് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ അപ്പർച്ചർ കൺട്രോൾ ഡ്രൈവ്സ് വർക്ക് ചെയ്യും. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ ലൈറ്റിംഗ് കണ്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ്സും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും എക്സ്പോഷർ റേഞ്ചിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമായ മറ്റ് കാര്യങ്ങളെ ഇവരിവിടുന്ന് ആക്ടിവേറ്റ് ചെയ്യും. സോ പ്രധാനമായിട്ടും നമ്മുടെ ക്യാമറ സിസ്റ്റത്തിൽ രണ്ട് എലമെന്റുകളാണ്, രണ്ട് സെൻസിങ് എലമെന്റ് ആണ് പ്രധാനപ്പെട്ട എലമെന്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ദി റേഞ്ച് സെൻസർ, നെക്സ്റ്റ് വൺ ഈസ് ദി അപ്പർച്ചർ സെൻസർ അല്ലെങ്കിൽ ലൈറ്റ് സെൻസർ. റേഞ്ച് സെൻസറിന്റെ റേഞ്ച് മെഷർ ചെയ്യുകയും കറസ്പോണ്ടിങ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെൻസ് പൊസിഷൻ ഡ്രൈവ് വർക്ക് ചെയ്യും, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പർച്ചർ കൺട്രോൾ ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈറ്റ് സെൻസേഴ്സ് ഇൻപുട്ട് നൽകും, കറസ്പോണ്ടിങ് അപ്പർച്ചർ കൺട്രോൾ ഡ്രൈവ്സിലേക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. ദെൻ പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ സ്വിച്ച് ടു ആക്ടിവേറ്റ് ദ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ഓൺ ചെയ്യുന്ന മൊമെന്റിൽ ഇവിടുന്ന് ഒരു സിഗ്നൽ നമ്മുടെ മൈക്രോ കൺട്രോളർ യൂണിറ്റിലേക്ക് എത്തും. അപ്പോൾ സ്വിച്ച് നമ്മുടെ സിസ്റ്റം ആക്ടിവേറ്റ് ആയാൽ, ക്യാമറ സിസ്റ്റം ആക്ടിവേറ്റ് ആയാൽ കുറച്ച് കാര്യങ്ങൾ നടക്കാറുണ്ട്. അഡ്വാൻസ് ദി ഫിലിം ബേസ്ഡ് ആണെങ്കിൽ ഇതിനകത്തുള്ള ഫിലിം റോൾ ചെയ്യണം അല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടോർ ഡ്രൈവും മോട്ടോർസും ഉണ്ട്, അതിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ മോട്ടോറിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ മൈക്രോ പ്രോസസർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന എലമെന്റ്.
സോ ഫിലിം അഡ്വാൻസ് ചെയ്യും. അതുപോലെ തന്നെ ഷട്ടർ ബട്ടൺ പ്രസ് വെൻ ഫോട്ടോഗ്രാഫി ടു ബി ടേക്കൺ. ഇവിടെ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുന്ന മൊമെന്റിൽ ഇവിടെ ഒരു ഇൻപുട്ട് നമ്മുടെ മൈക്രോ പ്രോസസറിലെത്തും. നെക്സ്റ്റ് മൊമെന്റിൽ ആക്ച്വേറ്റർ ടു ഓപ്പൺ ഷട്ടർ, ഈ ഒരു ഔട്ട്പുട്ട് സോളിനോയിഡ് വാൽവ്സിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കും. നമ്മളിവിടെ ഷട്ടർ പ്രസ് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ ഈ മൈക്രോ പ്രോസസർ ഔട്ട്പുട്ട് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷട്ടർ എന്താവും, ഓപ്പൺ ആവും. ദെൻ നമ്മൾ ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫി എടുക്കുന്നില്ലാത്ത സമയത്ത് ഷട്ടർ ക്ലോസ് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ ഒരു മൈക്രോ പ്രോസസർ ഇൻപുട്ട് കൊടുക്കും, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കൊടുത്തിട്ട് ആക്ച്വേറ്റർ ടു ക്ലോസ് ദി ഷട്ടർ. അപ്പം ആക്ച്വലി ഇതൊരു സെൻസർ ആക്ച്വേറ്റർ അസംബ്ലി ആണ്. ഇതിന്റെ രണ്ടിനും സെൻസറിന്റെയും ആക്ച്വേറ്ററിന്റെയും ഇടയിൽ കൺട്രോളർ യൂണിറ്റ് ആയിട്ട് ഒരു മൈക്രോ പ്രോസസർ കൺട്രോൾ യൂണിറ്റും ഉണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് സെൻസിങ് ഡാറ്റാസ് ആണ്, റേഞ്ച് സെൻസിങ് ഡാറ്റാസും ലൈറ്റ് സെൻസിങ് ഡാറ്റാസും. അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡാറ്റാസും ഉണ്ട്. ദെൻ ഒരു നോർമലി നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഫിലിം റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട്, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ദെൻ ഷട്ടർ ബട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട്, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ദെൻ റേഞ്ച് സെൻസർ ഇൻപുട്ട്, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ദെൻ ലൈറ്റ് സെൻസർ ഇൻപുട്ട്, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ഇത്രയാണ് ഒരു ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റത്തിനകത്ത് വരുന്ന വർക്കിംഗ്. ഇതും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ആൻസർ ആണ് തോന്നുന്നു, 5 മാർക്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണെങ്കിലും വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഡയഗ്രാം വരച്ച് ഇതിനകത്തുള്ള സെൻസിങ് എലമെന്റ്സ്, ഇതിനകത്തുള്ള ആക്ച്വേറ്റിംഗ് വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഇത്രയാണ് നമ്മുടെ കേസ് സ്റ്റഡീസ് വരുന്നത്, 5 കേസ് സ്റ്റഡീസ്. അപ്പോൾ ഫസ്റ്റ് വൺ പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്, സെക്കൻഡ് വൺ ബാർകോഡ് റീഡർ, തേർഡ് വൺ കാർ പാർക്ക് ബാരിയർ സിസ്റ്റം, ഫോർത്ത് വൺ ഇപ്പോൾ പറഞ്ഞ കാർ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദി ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റം. ഈ 5 എണ്ണമാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. ഈ മൊഡ്യൂളിൽ നിന്നും ഈ ഏരിയയിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റൻ എന്തായാലും ഉണ്ട്, എസ് എ ക്വസ്റ്റൻ ആയിട്ട് തന്നെയാണ് വരിക. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് നിങ്ങൾക്ക് തരാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അറ്റൻഡൻസ് പെട്ടെന്ന് അറ്റൻഡൻസ് പറയാം. നമ്പർ 1, 2, Present, sir. present sir, 4, Present, sir. 5, present sir, 6, present sir, 7, sir, 8, Present, sir. 9, Present, sir. 10, present sir, 11,